ഷാനവാസ് കിച്ചണിൽ നിന്നിട്ട് നമ്മുടെ വെസൽസ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അൻമോൾ അവിടേക്ക് നിന്നിട്ട് ചോദിക്കുകയാണ്, എന്തോ ഷാനവാസൊക്കെ ഇവിടെ പാത്രമൊക്കെ അവിടെ ഇവിടെ മാറ്റി വെച്ചിരിക്കുന്നത്, ഇതാ നോക്കി ഈ പ്ലേറ്റിനകത്ത് ഉറുമ്പിരിക്കുന്നല്ലോ, ഇതെന്താ വൃത്തിയാക്കാത്തെ, എവിടെ അനു നീ പോയേ, എവിടെ ഇരിക്കുന്നു? എൻ്റെ അടുത്ത് പറയല്ലേ ഇങ്ങനെയൊന്നും കേട്ടോ. ഞാൻ നല്ല വൃത്തിയായിട്ട് പണിയെടുക്കുന്നുണ്ട്, എന്നെ ഇവിടെ ഒന്നും പറയാനില്ല മോളെ. ഇവിടെ ആരും വന്നിട്ട് എന്നെ ഇങ്ങനെ അങ്ങനെയാണെന്നൊന്നും പറയാനൊക്കത്തില്ല. കാരണം ഞാൻ അത്ര മാത്രം വൃത്തിയായിട്ട് ഓരോ ജോലികൾ, എൻ്റെ ജോലികൾ ഞാൻ ചെയ്യുന്നുണ്ട്. എന്നെ ഇവിടെ പറയാൻ ആരുമില്ല. ഷാനവാസ് പറയുന്നുണ്ട് അനുമോളോട്. അനുമോൾ തമാശയ്ക്കാണ് പറയുന്നത്, ഷാനവാസൊക്കെ ഇവിടെ വൃത്തിയായില്ല, അവിടെ വൃത്തിയായില്ല, ഈ പാത്രം കഴിവെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോഴത്തെ കിച്ചൻ്റെ ക്യാപ്റ്റന്മാർ 3 പേരോടെ ചേർന്നിട്ട് വെസൽസിനകത്ത് ഇട്ടിരിക്കുകയാണ് ഷാനവാസിനെയും അനുമോളെയും. അനുമോൾ അവരുടെ 3 പേരുടെയും വലിയൊരു ശത്രുവാണല്ലോ. പിന്നെ ഷാനവാസിനോട് ആര്യനും നമ്മുടെ അക്ബറിന് ചെറുതായിട്ട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ നെവിനില്ലെന്നല്ല, നെവിനും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവരെ രണ്ടുപേരെ ആരോട് വിരോധമുണ്ടോ അവരെ പിടിച്ച് വെസൽസിലിടുന്നതാണ് മുൻ ക്യാപ്റ്റന്മാരും ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തിയെന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അതവർ പറയുന്നത് കുഴപ്പമില്ല. ഇന്നലെയൊക്കെ അനുമോള് വെസൽസ് കഴുകുന്ന എപ്പോഴാണോ ആ സമയത്താണ് ഏറ്റവും കൂടുതൽ പാത്രം അവിടെ ഉണ്ടായിരിക്കുന്നത്. അത് അനുമോൾക്കിട്ട് പണി കൊടുക്കുന്നതാണ്. നെവിനാണ് അതിൻ്റെ മെയിൻ ആൾ. കാരണം അനുമോൾ കൂടുതൽ ജോലി എടുക്കട്ടെ എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടെ കഴിവേണ്ടുന്നതും കഴിവേണ്ടാത്തതുമായ പാത്രങ്ങൾ ഇത്രയും വാരി ഇട്ട് കൊടുത്തുകൊണ്ടിരുന്നത് നെവിന്. അങ്ങനെ അനുമോൾക്ക് ഷാനവാസിന് മനഃപൂർവ്വം പണിയെടുക്കാൻ വേണ്ടി മാത്രമാണ് ഇവരെ രണ്ടുപേരെയും വെസൽ ടീമിൽ ഇപ്പോഴത്തെ ക്യാപ്റ്റന്മാർ ഇട്ടിരിക്കുന്നതെന്ന് പറയാതെ ആർക്കായാലും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാരണം ഇവരുടെ സ്ഥിരം പരിപാടിയാണ് ഇവർക്കിട്ട് പണി കൊടുക്കുക എന്നുള്ളത്. അനുമോൾക്കിട്ട് എവിടെയൊക്കെ എന്തൊക്കെ പണി ഒപ്പിക്കാമെന്ന് നോക്കി നടക്കുകയാണ് നെവിൻ. പിന്നെ ഇപ്പോൾ ക്യാപ്റ്റനും കൂടെ ആയപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം, ക്യാപ്റ്റനായെന്നുള്ള പരമാധികാരം കയ്യിലുള്ളത് കൊണ്ട് അനുമോൾക്കെതിരെ എന്തും ചെയ്യാമെന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ ഇവർ 3 പേരും നിൽക്കുന്നത്. അതിനകത്ത് ആര്യന് കുറച്ചൊക്കെ അയവ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു.